ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ. സൗകര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. ആ അയ്മുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് താമസിച്ചോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ? ഇത്തിരിയല്ലേ, നല്ല ചൂടൻ. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ഇല്ല. ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന് കളഞ്ഞില്ല അല്ലേ? എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ? പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ മിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ് ഉണ്ട്. എന്തിന്? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി 2 നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പരിശോധിക്കാം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കത്തെഴുതാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും. ഡോക്ടർക്ക് വട്ടുണ്ടോ എന്നാ ഇപ്പൊ എന്റെ സംശയം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ? പൂട്ടല്ലേ? ഹലോ, മൃഗാശുപത്രിയാ ഇതോ? ഇത് ഭ്രാന്താശുപത്രിയാ. ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്യടോ. ഹലോ, മൃഗാശുപത്രിയാ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്. ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി സോറി സോറി. ഇല്ല ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണേലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണല്ലോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഹലോ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. അമ്മാവാ, എന്താ ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടുവത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു, അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം. വീണ്ടും ഫോൺ വന്നെങ്കിലോ? ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സാവിത്രി, നന്ദിനി ഉടനെ പറഞ്ഞിങ്ങി എത്തും. ഇനി എന്താ അടുത്ത പരിപാടി? അവളെ ഇങ്ങനെ വെറുതെ നിർത്തിയാൽ മതിയോ? വെറുതെ നിർത്തുന്നു ആരാ പറഞ്ഞേ? വന്നു കഴിഞ്ഞ് ആശുപത്രിയുടെ ചുമതല അവളെ ഏൽപ്പിക്കണം. അങ്ങനെയല്ലേ തീരുമാനിച്ചത്? എടി മണക്കൂസെ, അതല്ല, അവിടെ കല്യാണക്കാരിയോ? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ? എന്ത് തീരുമാനിച്ചു? മഹാദേവനെ കൊണ്ട്. നമുക്കൊരു മകളല്ലേ ഉള്ളൂ? എന്റെ അറിവിൽ അത്രേ ഉള്ളൂ. എങ്കിൽ അവളെ കെട്ടുന്നത് മഹാദേവനായിരിക്കില്ല. എന്ത്? സാവിത്രി, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ പഠിപ്പിച്ച എന്റെ മോളെ കെട്ടുന്നവന് ചില മിനിമം യോഗ്യതകളൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ ഇത്രയും കാലം മഹാദേവനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ തട്ടിതെന്തിന്? അതോ, അവന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കാണാൻ എനിക്ക് ദണ്ണമുള്ളതുകൊണ്ട്. പക്ഷെ പ്രമാണത്തിൽ ഇന്നൊപ്പിടാം നാളെ ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുക. എന്നാൽ ശങ്കരമംഗലത്ത് മാധവൻ തമ്പി അവനെ കൊണ്ട് ഒപ്പിടിക്കും.
എന്നിട്ട് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ആ ഡോക്ടറോ? അതേടി, നമ്മുടെ ഡോക്ടർ രാജഗോപാലൻ. രോഗികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു ഡോക്ടർ ഇനി ജനിക്കാനില്ല. അയാളെ നമ്മുടെ കൈപ്പിടിയിലൊന്ന് കിട്ടിയാ മതി. പണം കായ്ക്കുന്ന മരമെന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു മരമാടി ഈ ഡോക്ടർ. ചുമ്മാ വടിയോരത്തൊരു ഷെഡും കെട്ടി ക്ലിനിക്കെന്നൊരു ബോർഡും തൂക്കി അയാളെ പിടിച്ചങ്ങ് ഇരുത്തിയാ മതി. ഡോക്ടറെക്കൂടത്തിൽ ഈച്ച പൊതിയും പോലെ രോഗികൾ വന്ന് കുമിഞ്ഞുകൂടും. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നന്ദിനി നിനക്ക്, നന്ദിനി നിനക്ക് എന്നും പറഞ്ഞ ആ ചെറുക്കന്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചേച്ച് ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ദൈവം നിന്നെ പോലെ അത്ര ബുദ്ധിയില്ലാത്ത കൂട്ടത്തിലൊന്നും അല്ല. ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂന്ന് പുള്ളിക്കാരൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എടീ, ഭർത്താവ് ഡോക്ടർ, ഭാര്യ ഡോക്ടർ, അവരുടെ മക്കൾ മുഴുക്ക ഡോക്ടർ, അങ്ങനെ ഡോക്ടർ 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 ഡോക്ടർ, ഒരു ഡോക്ടർ ചങ്ങല. ആ തലമുറയെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നേരെ മറിച്ച് മണ്ടം മഹാദേവൻ നമ്മുടെ അന്തരിക്കുട്ടിയെ കല്യാണം കഴിച്ചാലോ, അവന്റെ മക്കള് മണ്ടന്മാര്, മക്കളുടെ മക്കള് മരമണ്ടന്മാർ, അവരുടെ മക്കള് തിരുമണ്ടന്മാര്, ഒരു പരമ്പര മുഴുവൻ മഹാമണ്ടന്മാർ. ഈ ബന്ധത്തിനെങ്ങാനും ഞാൻ മുൻകൈ എടുത്താൽ ദൈവം ആ നിമിഷം തന്നെ ചവിട്ടിക്കൊല്ലും. ഓ, എന്തൊരു ഐശ്വര്യം ആ ഡോക്ടറിന്റെ മുഖത്ത്. മകൻ ഇങ്ങനെയാണെങ്കിൽ ആ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കും? ഐശ്വര്യദേവത നൃത്തം ചവിട്ടുന്ന ആ തറവാട്ടിലേക്ക് ബന്ധുക്കളായി കയറി ചെല്ലുന്നത് ഒരു അഭിമാനം തന്നെയാണേ. രാഘവ, മാധവി, എല്ലാരും പെട്ടെന്ന് വാ. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാലുടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. മാറ്റണോ? മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല, അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല, എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്? അല്ല, നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്. എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ട ഇത്? കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലേ? പഴയതുപോലെ തന്നെ. ആ, നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ. അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. അല്ല മഹാദേവ, പിന്നെ ഈ കാറും ഷെഡിലിട്ടേരെ. യെസ്, ഡോക്ടർ രാജഗോപാൽ ഹിയർ. ആ, തമ്പി സാറോ? എന്താ സാർ? പിന്നെ എന്റെ മോളുണ്ടല്ലോ നന്ദിനി, FRCS, അവൾ ലണ്ടനിൽ നിന്ന് വന്നു. ഇന്ന് അത്താഴം നമുക്ക് ഒരുമിച്ചാവാം. കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാവാം. അല്ല, അതിപ്പോ ഇവിടുത്തെ തിരക്ക് സാറിന് അറിയാമല്ലോ. ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. രോഗികൾക്ക് പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറുടെ കടമ. വേണ്ട വേണ്ട വേണ്ട, ഒഴിവുകഴി ഒന്നും പറയണ്ട. രാത്രി അരമണിക്കൂർ മാറി നിന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. അതിനിടെ വല്ല രോഗികളും ചാകുകയാണെങ്കിൽ അങ്ങോട്ട് ചാകട്ടെ. കൊല്ല പിന്നെ ഡോക്ടർ വരണം. ആ, ശരി, വെക്കട്ടെ. ആ, സാവിത്രി, ഗംഭീരമായ അത്താഴം ഇന്ന് റെഡിയാക്കിക്കോ. രാത്രി ഡോക്ടർ വരും. കല്യാണക്കാരി ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കണം. ആ മൂശാട്ടെ അവിടെ ആര്? ആ മഹാദേവൻ. ഡോക്ടർ വരുമ്പം അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. ശല്യം. മഹാദേവാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മാവൻ പൊയ്ക്കോ. അമ്മാവൻ പൊയ്ക്കോ. നന്ദിനി ഇപ്പൊ വരും. എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പോകൂ. പിന്നെ കുളി കഴിഞ്ഞ് ഗാർഡനിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ ഞാൻ വന്ന് എത്ര നന്നായി. എന്താ അമ്മാവ?
ഇപ്പൊ നീ സംസാരിച്ചാൽ ആകെ കുളവാകും മഹാദേവ. ഇന്നലെ നിന്നെ പുകഴ്ത്തി ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, ഫലം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു. എന്തിന്? പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. ഒരു പുതിയ ഹിന്ദി സിനിമ കളിക്കുന്നുണ്ടല്ലോ, ദീവാലി ചാവാലി ദിൽബലീഹും. ദുൽഹനിയ ലേ ജായേംഗെ അതാണ്? അത് തന്നെ. അതിന്റെ കഥ അറിയോ നിനക്ക്? അറിയില്ല. ഇതതിന്റെ കുഴപ്പം. അതിന്റെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഓഹോ. നന്ദിനെ പോലെ ലണ്ടനിൽ പഠിച്ച നായിക, അവളെ വശത്താക്കാൻ 18 അടവും പ്രയോഗിക്കുന്ന നായകൻ. അതിൽ 18 പഠിക്കണമെന്നൊന്നുമില്ല, ഒരു 4-5 അടവെങ്കിലും പഠിക്കാതെ ഇനി നീ അതിനോട് സംസാരിക്കണ്ട, അത് അപകടമാ. അച്ഛനിൽ സിനിമ കണ്ടു. അത് എങ്കിൽ ഞാൻ നന്ദിനിയെ കൂടി വിളിക്കാം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായി അമ്മാവ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ആ സിനിമ കണ്ടാൽ നീ പ്രയോഗിക്കുന്ന അടവെല്ലാം സിനിമയെന്ന് കണ്ടുപഠിച്ചാണെന്ന് അവക്ക് മനസ്സിലാവില്ലേ? ഓ, കറക്റ്റ് കറക്റ്റ്. വിട്ടോ, സ്ഥലം വിട്ടോ. രൂപ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അമ്മാവരിന്ന് നന്ദിനിക്ക് കൊടുക്കണം. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുക്കണം. കൊടുക്കണം. കൊടുക്കാം. ഓ, എന്റെ ദൈവമേ, ഇത് ആരായി വന്നിരിക്കുന്നേ? സാവിത്രി, നന്ദിനി, ഡോക്ടർ വന്നു. ഞാൻ കേറുന്നില്ല, നിർബന്ധിച്ചതുകൊണ്ട് വന്നു എന്ന് മാത്രം. ഒരു ആസ്മ പേഷ്യന്റ് അവിടെ ശ്വാസം മുട്ടി കിടക്കുകയാണ്. ഓ, ആസ്മാ രോഗി പിന്നെയും വന്നോ? അവന്റെ ബന്ധു കൂടെയുണ്ടോ? നല്ല തടിമുടുക്കുള്ള ഒരു മാന്യൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ? ഏയ് ഒന്നുമില്ല, ഇവിടം വരെ വന്നിട്ട് കേറാതെ പോകാനോ? നന്ദിനി എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. വന്നാട്ടെ. ഓക്കെ, പക്ഷെ സംസാരിക്കാനൊന്നും സമയമില്ല. ഓ പിന്നെ വാ ഡോക്ടർ. ഓ, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ ഒന്ന് വരാൻ തോന്നിയത്? ആ മോളെ, ഇത് ആരാണോ നോക്കിയേ? ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ കാഴ്ചക്ക് ഇത്രയും സുന്ദരനാണെന്ന് ധരിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഹലോ. ഇരിക്കും ഡോക്ടറെ. മോളെ, അമ്മ എവിടെ? സാവിത്രിയെ ഒന്ന് വന്നിട്ട് പോയേ. ആ, എന്താ മോളെ നീ ഡോക്ടറോട് സംസാരിക്കാത്തത്? അല്ല, ആസ്മ രോഗി. ഓ പിന്നെ ഒരു ആസ്മാ രോഗി. ഏത് ആസ്മാ രോഗി? അത് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഒരു ആസ്മ രോഗിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഓഹോ, എന്നിട്ട് എന്ത് മരുന്ന് കൊടുത്തു? അത് മരുന്നൊന്നും കൊടുത്തില്ല. കൊടുത്തില്ലേ? ഇല്ല. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ മരുന്ന് കൊടുക്കാതെ എങ്ങനെയാ? അത് മിക്ക രോഗങ്ങൾക്കും ഞാൻ മരുന്ന് കൊടുക്കാറില്ല, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ മരുന്ന് കൊടുക്കാതെ പല മരുന്നുകളുടെ പേര് പോലും ഞാൻ മറന്നുപോയി. What do you mean? വിളിച്ചോ? പിന്നെ വിളിക്കാതെ. നമ്മുടെ സുന്ദരനായ ഡോക്ടറെ നീ കണ്ടിട്ടില്ലല്ലോ? കണ്ടു, കണ്ണ് നിറയെ കണ്ടു. അച്ഛൻ എന്തിനാ ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരനായ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഡോക്ടർ സുന്ദരനായതുകൊണ്ട്. പൊടി. പിന്നെ സാവിത്രി, ഫുഡൊക്കെ പെട്ടെന്ന് എടുത്ത് വെച്ചോ. നിങ്ങൾ ഡോക്ടർമാരായി, ഡോക്ടർമാരെ പാടായി. അവർ സംസാരിക്കട്ടെ, നമ്മൾ ഇവിടെ നിൽക്കണ്ട. അല്ല, ആസ്മ പേഷ്യന്റ്. ആസ്മ പേഷ്യന്റ് പടിയായി. ഡോക്ടർ അവിടെ ഇരുന്നേ. സംസാരിച്ചു. മരുന്ന് കൊടുക്കാതെ രോഗം മാറ്റുന്നത് എങ്ങനെ ഡോക്ടർ? സാധിക്കും. ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. മിക്ക രോഗങ്ങളെയും ഞാൻ സമീപിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ്. പേഷ്യൻസിന്റെ സൈക്കോളജി, അതിന്റെ കൂടി വല്ലപ്പോഴും ഇത്തിരി അലോപ്പതി. അലോപ്പതി സൈക്കോളജി, സൈക്കോളജി അലോപ്പതി, അതാണ് എന്റെ രീതി. അച്ഛൻ എവിടെ? ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത്? ഈ രക്തവാദം കൊണ്ടുണ്ടാവുന്ന ഒരു വ്രണമില്ലേ, ഉവ്വ്. അനാസിൻ ഗുളിക കൊടുത്ത് ഞാൻ ഭേദപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തൽ. എല്ലാം ഇവിടെയുണ്ട്, നമ്മൾ കണ്ടെത്തണം. ആഫ്രിക്കയിലെ ബറൂണ്ടി മലയുടെ കീഴിൽ കൊങ്കോമ എന്ന ആദിവാസികൾക്ക് അറിയാവുന്ന ഒരു പച്ചലയുണ്ട്. ആ ഇല ക്യാൻസറിനെ പരിപൂർണമായി ഭേദപ്പെടുത്തും. No, it's impossible. Yes, it is possible. വെനിസ്വേലയിലെ ഗ്രാമീണർ നമ്മുടെ ഈ കറിക്കത്തി ഉപയോഗിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടത്തും. I can't believe all these things. You have to. മിസ് നന്ദിനി പഠിച്ചത് തിയറി, ഞാൻ പറയുന്ന റിയാലിറ്റി ഇൻ പ്രാക്ടീസ്. ഡോക്ടർ എന്നെ ഒരു ഫൂളാക്കാനുള്ള ശ്രമമാണോ? അതുകൊണ്ട് എനിക്കുള്ള നേട്ടം മിസ് നന്ദിനി ഒന്ന് മനസ്സിലാക്കണം. FRCS വലിയ പഠിത്തമായിരിക്കും, പക്ഷേ 3-4 ലോക രാഷ്ട്രങ്ങളിലുള്ള അത്രയും വിവിധതരം രോഗങ്ങൾ ലണ്ടനിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അത്രയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല. അറിഞ്ഞുകൂടാത്തതിനെല്ലാം ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് വിവരക്കേടാണ്. മനസ്സിലായോ? I'm sorry, doctor. It is all right. എന്തോ രോഗം, മരുന്ന്, ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോകും. ഐ എം ഓൾസോ സോറി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. എനിക്കറിയാത്തതൊക്കെ ഇല്ലാത്താണെന്ന് ഞാൻ ധരിക്കുന്നത് തെറ്റാണ്. എനിഹൗ യു ആർ എ വെൽ ഇൻഫോംഡ് ജീനിയസ്. താങ്ക് യു. ഞാനങ്ങോട്ട് വരുവാന്നേ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളോട് രണ്ടുപേരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്ത് കാര്യം അച്ഛാ? അത് പറയുമ്പോ കേട്ടോ. പറയട്ടെ? എനിക്ക് പറയൂ. പറഞ്ഞോട്ടെ. അതിനെന്താ?
എന്റെ ഒരേ ഒരു ആഗ്രഹമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും അമ്മാവ ഹൗസ്ഫുൾ. ഓ പോകുന്ന വഴിക്ക് ഒരു പൂച്ച കുറുകെ ചാടി. അപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നമാകുന്നു. ഡോക്ടറിന്റെ ആശുപത്രി പോകാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഞാനിവിടെ നിൽക്കില്ലേ, നിന്ന് കറങ്ങല്ലോ. കാഷ്വാലിറ്റിയിൽ ആരെങ്കിലും വന്നാൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയാലോ. ഡോക്ടർ അതോട്ട് വന്നല്ലേ മഹാദേവ. അവസാനമായിട്ടല്ലല്ലോ. അമ്മാവൻ അറിയില്ലേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. ഓക്കെ ഓക്കെ മിസ് നന്ദിനി, ഞാൻ പോകുന്നു. നൈസ് മീറ്റിംഗ് യു ഡോക്ടർ. It's my ഓക്കെ pleasure. ഓക്കെ ഓക്കെ ഭക്ഷണം വിളമ്പി ഞാൻ വെച്ചായിരുന്നു. കഴിച്ചോളാം. ഞാനിപ്പോ ഏതായാലും വന്നത് നന്നായി. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നന്ദിനിക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരം കിട്ടിയല്ലോ. എടാ ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയെന്ന് വെച്ച് നിനക്ക് സെക്കൻഡ് ഷോ ശ്രമിച്ചുകൂടായിരുന്നോ? ഇതാ നിന്റെ കുഴപ്പം. തിയേറ്ററിൽ ചെന്നപ്പോൾ നോട്ടീസും പാട്ടുപുസ്തകവും കിട്ടി, കഥാസാരം പിടികിട്ടി, നന്ദിനിയെ വശത്താക്കാനുള്ള ചില അടവുകൾ പഠിച്ചു. എനിക്ക് നല്ല വിശപ്പ്, അകത്തേന്ന് വല്ലതും കഴിക്കട്ടെ. സാവിത്രി, ആ മേശപ്പുറത്തിരിക്കുന്ന ആഹാരം എടുത്ത് ഫ്രിഡ്ജ് വെച്ചോ. മഹാദേവൻ വരുന്നുണ്ട്, കുറച്ച് കഞ്ഞി വിളമ്പിക്കോ. മുറി മുഴുവനും തിരക്കി. നീ മുറ്റത്തുള്ള കാര്യം ഞാൻ അറിഞ്ഞു. എന്താച്ചാ? എടി, നിന്നെ വിളിച്ചപ്പോ ഞാനാ ഫോൺ എടുത്തേ. എന്റെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരനൊന്ന് പരിങ്ങി. ആര്? ആ, ഒന്നും അറിയാൻ മേലാത്തതുപോലെ. എടി, നമ്മുടെ ഡോക്ടറെ, ഓ. ഡോക്ടർ രാജഗോപാൽ. ആ, നീ ഉടനെ ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെല്ലേ. എന്തിന്? അതെനിക്കങ്ങനെ അറിയാം. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ തമ്മി എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗികളെ പറ്റി, ഇതുപോലെ എനിക്കറിയാവും. ആ ചെല്ലെ, അങ്ങനെയോടെ നിന്നെയും കാത്തിരിക്കുക. പിന്നെ ഞാനെല്ലാം സൂചിപ്പിച്ച കാര്യത്തെ പറ്റിയും പുള്ളിക്കാരൻ വല്ലതും പറയാനുണ്ടെങ്കിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. ചെല്ലെ, ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറിക്കാ മോളെ. ആ, ചെല്ലു മോളെ, ചെല്ല്. ഹലോ, ഇത് ഞാനാ, തമ്പി മുതലാളിയാ. അല്ലല്ല, നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ബന്ധം അല്ലല്ലോ. അതെ, എന്റെ മോക്ക് ഉടനെ ഡോക്ടറെ ഒന്ന് കാണണമെന്ന്. ഓ, ഒന്നും അറിയാൻ മേലാത്ത പോലെ. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗിയെ പറ്റി. ഇതുവല്ല എനിക്കറിയാവോ? ഇവിടെ ഇപ്പൊ പേഷ്യൻസിന്റെ തിരക്കാണ്. അവള് പുറപ്പെട്ട് കഴിഞ്ഞു. ആ, നെഞ്ചരിച്ചില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, എരിവും പുളിയും തൽക്കാലം ഒഴിവാക്ക്. എണ്ണയും അധികം വേണ്ട. 2 ദിവസം മരുന്ന് കഴിക്കും. എന്നിട്ടും നെഞ്ചരിച്ചിൽ മാറുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. ശരി, ആ, ചെന്നാട്ടെ. വരട്ടെ. ഓ, എന്തൊരു വിരോധാഭാസം. ഒരു നെഞ്ചരിച്ചിരികാരൻ മറ്റൊരു നെഞ്ചരിച്ചിരികാരനെ കാണാൻ വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? ജെലിയൂസിൽ സിറപ്പ് കൊടുത്താലോ? വേണ്ടല്ലേ? വേറെ ഏതെങ്കിലും മരുന്ന് ഉണ്ടോ? എനിക്കറിയില്ല. ഇനി ഇടം തടിച്ച് നിൽക്കല്ലേ നിർമ്മലേ. ഒരു സമ്മേളനത്തിനുള്ള അത്രയും രോഗികൾ പുറത്തു നിൽപ്പുണ്ട്. ഈ നശിച്ചോമാർക്ക് പോകാൻ വേറെ ഒരു ആശുപത്രിയില്ല എന്റെ ഈശ്വര. അവർക്ക് കൈപ്പുണ്യമുള്ള ഡോക്ടർ മതിയല്ലോ. നല്ല പെരുമാറ്റം, വിദഗ്ധ ചികിത്സ, തമാശയുടെ വീക്ക്നെസ് നല്ലതുപോലെയുള്ള ആളാണ് ഈശ്വരനെന്ന് തോന്നുന്നു. ആയിരിക്കണം. നിർമ്മല എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആ എരപ്പാളി തമ്പിയുടെ മോളുണ്ടല്ലോ, ലണ്ടൻകാരി യപാർച്ചിയസ്, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. അവള് വന്നു പോകുന്നവരെ ഒരാളെ ഇങ്ങോട്ട് കടത്തി വിടരുത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവൾക്ക് പിടികൊടുക്കരുതല്ലോ. പ്ലീസ് ഒന്ന് മാനേജ് ചെയ്യണം. അവള് വന്നെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ, ഡോക്ടർ രാജഗോപാൽ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ, ഗുഡ് മോർണിംഗ്. വരൂ. പുറത്ത് നല്ല ആൾക്കൂട്ടം ഉണ്ടല്ലോ. ഈ തിരക്കിനിടയിൽ സംസാരിക്കാൻ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം നിർമ്മലേ? ഇന്നലെ വന്നെന്നറിഞ്ഞു. കോഴ്സ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞൊന്ന് പറയാം. സുഖാണോ? പരമസുഖം. ആ, ഞാനും പര ഡോക്ടറാ. ഈ ഡോക്ടർ എനിക്കിവിടെ ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഒട്ടുമിക്ക രോഗങ്ങളെ പറ്റിയും അതിനെ പറ്റിയ മരുന്നുകളെ പറ്റിയും നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്. Is it? He's really great. ഇന്നലെ സംസാരിച്ചപ്പോ എനിക്കത് ശരിക്കും ബോധ്യായി. അലോപ്പതി സൈക്കോളജി കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക രീതി തന്നെ ഡോക്ടർ കണ്ടെത്തിയിരിക്കുകയല്ലേ? അതെ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരാം. ഇരിക്കൂ. ആ, എന്താണ് ഡോക്ടർക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? അല്ല, അച്ഛൻ പറഞ്ഞു. അതെ, അച്ഛൻ പറഞ്ഞു. അല്ലല്ല, ഞാനാ പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ലണ്ടനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, FRCS അല്ലല്ല MRCP, ഓ, ഒരു ഡോക്ടർ കൊച്ചിപ്പൻ. അവനെ പറ്റി ചോദിക്കാനായിരുന്നു. കണ്ടോ? അവനെ അവിടെ വെച്ച് കണ്ടോ? കൊച്ചിപ്പനോ? അതാരാ? അപ്പൊ കണ്ടില്ല. ഇതാണ്
ഇതാണോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞത്? ഇത് ഫോണിൽ കൂടെ തന്നെ സംസാരിക്കായിരുന്നല്ലോ. ആകാമായിരുന്നു. അതോ വേറെ വല്ല സംസാരിക്കാനുള്ള മുഖവരിയാണോ ഇത്? എന്ത് മുഖവര? അച്ഛൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ തമ്മിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അത്രേ. ഞാനത് കേട്ട് ചിരിച്ചുപോയി. സ്വന്തം അച്ഛനെ പരിഹസിക്കാൻ പാടില്ലായിരിക്കാം. ബട്ട് ഈസ് റിയലി ഫണ്ണി. എങ്ങനെയുണ്ട് ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാൻ? എനിക്ക് മനസ്സിലായില്ല. ഞാനെന്താ അത്രയ്ക്ക് മോശമാണ്? ഇന്നലെയല്ലേ നമ്മൾ പരിചയപ്പെട്ടത്? അതുകൊണ്ട് ഒരു ദിവസത്തെ പരിചയം വെച്ചോണ്ട് ഓക്കെ ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാം എന്ന് പറയാനൊക്കോ? ശരിയാണ്, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഡോക്ടറോട് ബഹുമാനമുണ്ട്. എന്ന് വെച്ച് പരസ്പരം അറിയാതെയും മനസ്സിലാക്കാതെയും അതെന്തൊരു കല്യാണമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടർ. പക്ഷെ പ്രായപൂർത്തിയായ ഒരു മകളെ കുറിച്ചുള്ള അച്ഛനമ്മമാരുടെ വേവലാതി നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ല, നന്ദിനി പറഞ്ഞാണ് ശരി. ഒരു വിവാഹത്തിന്റെ കാര്യമാവുമ്പം എല്ലാം നന്ദിനിയുടെ ഇഷ്ടം. There you are. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവളിൽ എന്നിൽ നിന്ന് വന്ന പെണ്ണല്ലേ? നമ്മളെ പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കും, കവളത്തുന്നുള്ളും. അതൊക്കെ സർവ്വസാധാരണമല്ലേ? എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവളത്ത് നുള്ളാത്തത്? എന്റെ കവളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതെ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ പ്രമാണത്തിലൊപ്പെടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടുകയല്ല നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേനെ. ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചതല്ലേ കുഴപ്പമായത്. ഒപ്പിട്ടാലെല്ലാം നേരെയാവുമെന്ന് അമ്മാവന് തോന്നുന്നു. എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നേരോ? സാവിത്രി, എടി സാവിത്രി, ഇത് എപ്പോ ഒപ്പിട്ടു? നന്ദിനി ലണ്ടനിൽ നിന്ന് വന്നാണ്. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിയില്ല. ആ നിലാവുള്ള രാത്രിയിലെ 3-ാം യാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ. അപ്പോൾ പല്ലികൾ ചിലച്ചിരുന്നില്ല, കാലൻ കോഴികൾ കൂവിയിരുന്നില്ല. സത്കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം. ഞാൻ പ്രമാണെടുത്ത് ഒപ്പിട്ടു. പക്ഷെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഒത്തില്ല. പലപ്പോഴും രാഹുകാലം, യമകണ്ഠകാലം തുടങ്ങിയ തടസ്സങ്ങൾ. സാവിത്രി, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രമാണത്തിൽ മഹാദേവൻ ഒപ്പിട്ടിരിക്കുന്നു. മഹാദേവ, അത് വേണായിരുന്നോ? സാവിത്രി, ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. ഇനി എത്രയും പെട്ടെന്ന് കല്യാണ തീയതി നിശ്ചയിക്കാം. അമ്മാവാ, അമ്മാവാ. എന്തിനുള്ള പുറപ്പാടാ? എന്താ എന്തിനുള്ള പുറപ്പാടാന്ന്? കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ കാവടി എടുത്ത് 51 വീട് കയറി തെണ്ടിക്കോളാമെന്ന് നേർച്ചയുണ്ടായിരുന്നേ. കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടോ? താൻ വൈകാതെ ഡ്യൂട്ടിക്ക് പോ. ഹര ഹര ഹരോ ഹര. ഹര ഹര ഹരോ ഹര ഹര ഹരോ ഹര. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ ഹര ഹരോ. അമ്മാവാ, അയ്യോ, നീയായിരുന്നോ? എനിക്ക് നിലക്കണ്ട് മനസ്സിലായില്ല. എന്താണ് ഈ വേഷത്തിൽ? ഞാനുമായി കല്യാണം തീരുമാനിക്കാൻ പോകുന്ന നന്ദിനി അവന്റെ കൂടെ ആ ഡോക്ടറുടെ കൂടെ അയച്ചത് വല്ലവരും കണ്ടാ എന്ത് വിചാരിക്കും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഒന്നും വിചാരിക്കാനില്ല. കല്യാണം തീരുമാനിച്ചവന്റെ കൂടെ തന്നെ അവളെ വിട്ടു. ഞാൻ അവളോടാകുന്നതും പറഞ്ഞു നോക്കിയടാ മഹാദേവ. എന്ത് ചെയ്യാം? അവക്ക് നിന്നെ വേണ്ടെന്ന്. ഡോക്ടറെ അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയത്രേ. ഞാൻ അവളെ തല്ലി. നീ ഒപ്പിട്ട പ്രമാണം കാണിച്ചു കൊടുത്തു. അവൾ എന്ത് ചെയ്തെന്നോ ആ പ്രമാണം എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുക, ദേവന്റെ സ്വത്ത് എനിക്ക് വേണം, പക്ഷെ എന്റെ ഭർത്താവ് ഡോക്ടറായിരിക്കുമെന്ന്. അത് കേട്ടെന്റെ നെഞ്ച് തകർന്നു പോയടാ. ഇനി ഇപ്പൊ ഒരു രക്ഷയില്ല. എനിക്ക് കൂടുതൽ വല്ലതും പറയാൻ പറ്റുമോ? ലണ്ടനിൽ പഠിച്ച പെണ്ണല്ലേ? സാരമില്ലടാ,
നമുക്ക് വേറെ കെട്ടാം. ഇവള് മാത്രമല്ലല്ലോ നാട്ടിലൊരു പെണ്ണ്. ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് നല്ല കിളി പോലത്തെ ഒരു പെണ്ണിനെ അമ്മാവൻ ഏർപ്പാടാക്കി തരും. ആ സത്യം. എന്താ? എല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ടും ഡോക്ടർക്ക് ഞാൻ ദ്രോഹം വല്ലതും ചെയ്തു. എന്താ അങ്ങനെ ചോദിക്കാൻ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങൾ കിട്ടുമല്ലോ. ഒരേ ഒരു നന്ദിനിയെ മാത്രം എനിക്ക് വിട്ടു തന്നൂടെ? ഓ അതാണോ? ഞാനിപ്പോ കുറച്ച് ബിസിയാ. കുറച്ച് മെഡിക്കൽ ബുള്ളറ്റിനുകൾ റെഫർ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല. ഛേ, എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ചെല്ല്, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എനിക്കിപ്പോ സംസാരിക്കണം. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. അത്ര ഡോക്ടർ, ഡോക്ടർ പ്ലീസ്, ഡോക്ടർ വാതിൽ തുറക്ക്. ഡോക്ടർ, ഡോക്ടർ വാതിൽ തുറക്കണേ പറയുന്നത്. അത്ഭുതപ്പെടാനില്ല. ഒരു കാല് കാണാനുണ്ട്. പെട്ടെന്ന് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ സൂര്യനെ മറയ്ക്കും പോലെ കർമ്മദോഷത്തിന്റെ ഫലമായിട്ട് വിഘ്നങ്ങൾ ഉണ്ടായേ തീരൂ. കുംഭരാശിക്കാർക്ക് അനുകൂല കാലമാണെന്ന് കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞിരുന്നു. പെട്ടെന്നാണല്ലോ ധനുവും രാഹുവും ദിശ മാറിയത്. മാത്രവുമല്ല 3 സബ്ജാതങ്ങളുമായിട്ടാണ് മത്സരം. എന്തെങ്കിലും പ്രതിവിധി? സോമനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി നോക്കാവുന്നതാണ്. സോമനാഥ ക്ഷേത്രം എന്ന് വെച്ചാൽ അങ്ങ് ഗുജറാത്തിലോ? അതെ, അവിടം വരെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാം കഴിയും. കഴിഞ്ഞേക്കാം. മറ്റൊരു പ്രതിവിധിയുമില്ല. ഇഷ്ടപ്പെടുന്നവർ തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്കാണ് ഇഷ്ടം, അവനാണ് തടസ്സം നിൽക്കുന്നത്. എല്ലാ കാര്യവും ഇന്ന് വരെ ഇവിടെ ചോദിച്ചിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു ആപൽഘട്ടം വന്നപ്പോ എന്നെ ഇങ്ങനെ കൈയൊഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, നമുക്ക് എന്നെ പറ്റിക്കായിരുന്നു. അതെ, എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഒന്നും പറയണ്ട. ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന പാൽനുര പാൽക്കുറമ്പ് എന്നിവ ഉള്ള കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങൾ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം നിശ്ചയിച്ചം മാറി. നോക്കണം സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കട്ടുമ്പനെ ആനയാക്കാമാനെ പൂനയാക്കാം പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാറ്റൊരു ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ടി കൊല്ലേണ്ട വിദേശരാജ്യങ്ങൾ ചുറ്റിത്തച്ചാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനെന്ന് പറയുമ്പോൾ കല്യാണ പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ മുള്ളിയാൽ തെറിക്കുക, വെള്ളത്തിൽ മുള്ളിയാൽ നുരവുക, ചില മൂത്രം. നീ നാവാട്, ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണം സാർ, ഇതിൽ മായമില്ല, മന്ത്രമില്ല, ജാലമില്ല. ആലപ്പി അടിമാലി കൊണ്ടുവന്ന ഒറ്റ നീരെടുത്ത് അതിന് സത്യം ഉണ്ടാക്കി എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. നീ കൊണ്ടുവന്ന ഡോക്ടർ എന്റെ ജീവിതം തൊലച്ചടാ, അറിയാവോ? എന്നെ ഒന്നും ചെയ്യരുത്. അവനൊരു വ്യാജ ഡോക്ടറാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത്? അറിഞ്ഞപ്പോ അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അറിയാത്ത പണി ചെയ്ത് മനുഷ്യനെ കൊല്ലരുതെന്ന്. കേട്ടില്ല. എന്താ ഉണ്ടായത്? ആ വ്യാജനെ പോലീസ് പിടിച്ചോ? വ്യാജൻ? അത് ശരി. ഇന്നത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞോ ഡോക്ടർ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഇവിടെ അസൗകര്യങ്ങൾ വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, മനസ്സിലായി മനസ്സിലായി. നന്ദിനിയും ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമാകുമോ എന്നുള്ള സംശയം അല്ലേ? ഇനി ആ സംശയം വേണ്ട. നന്ദിനിയെ ഡോക്ടർ തന്നെ വിവാഹം കഴിക്കണം. പിന്നീടാ ഞാൻ ആലോചിച്ചത്, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ലണ്ടനിൽ പഠിച്ച വനിതാ ഡോക്ടറും മണിപ്പാലിൽ പഠിച്ച പുരുഷ ഡോക്ടറും. നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാ. ഈ കല്യാണം നമുക്ക് എവിടെ വെച്ച് നടത്താൻ? ക്ഷേത്രം മതിയോ അതോ കല്യാണ മണ്ഡപം വേണോ? കല്യാണത്തിന്റെ അന്ന് ഈ നാടൊന്ന് ഇളകി മറിയണം. അത് ഞാൻ ഇളക്കി തരാം. ഡോക്ടർ വിഷമിക്കേണ്ടി വരില്ല. പിന്നെ ചില അവകാശങ്ങളൊക്കെ ഞാൻ എടുക്കും. ഉദാഹരണത്തിന്
കല്യാണത്തിന്റെ അന്ന് ഡോക്ടറെ കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങും. ഡോക്ടർ എന്ത് പറയുന്നു? അത് ദേ എതിര് പറയരുത്, എനിക്ക് സങ്കടം വരും. ഒരു ഫോട്ടോ ഉണ്ടോ കയ്യില്? ഏ ഫോട്ടോ ഡോക്ടറുടെ പത്രത്തിൽ കൊടുക്കാനാ. ഡോക്ടറുടെയും നന്ദിനിയുടെയും ഒരു അടിക്കുറിപ്പ് ഉണ്ടാവും. ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ നന്ദിനി, ഇവർ ചിലപ്പോൾ അടുത്ത ആഴ്ച വിവാഹിതരായേക്കും. അങ്ങനെ കൊടുക്കാൻ എന്താ? വിവാഹിതരായേക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹിതരായി എന്ന് പറഞ്ഞു കൊടുത്താ പോരെ. അതിൽ പുതുമയില്ല. വിവാഹിതരായേക്കും എന്ന് പത്രത്തിൽ കൊടുക്കുന്നതാണ് പുതുമ. ഫോട്ടോതാ ഏ? ഫോട്ടോതാ ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോതാ